നന്ദി 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 നന്ദി. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, പെന്തക്കോസ്താ സഹോദരങ്ങൾ കത്തോലിക്ക വിശ്വാസികളെയും അപ്പസ്തോലിക സഭകളെയൊക്കെ വിമർശിക്കുന്നത് പ്രധാനമായും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് എന്താണ്? നിങ്ങൾ പ്രവർത്തികളിൽ ആശ്രയിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടി, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ചത്തതാണ്. മനസ്സിലായല്ലോ? പ്രവൃത്തി വേണോ? പ്രവൃത്തി ഉണ്ടെങ്കിലേ വിശ്വാസം പൂർണ്ണമാക്കപ്പെടൂ. നിങ്ങൾ പ്രവൃത്തികൾ വഴിയാണ് രക്ഷപ്പെടുന്നത് എന്ന് പഠിപ്പിക്കുന്നു. അല്ല, കത്തോലിക്ക സഭ അങ്ങനെ അല്ല പഠിപ്പിക്കുന്നത്. കത്തോലിക്ക സഭ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഒരു വ്യക്തി രക്ഷ പ്രാപിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ്. സൂക്ഷിച്ചു കേൾക്കുക. കത്തോലിക്ക തിരുസഭ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല പ്രവൃത്തികൾ വഴിയാണ് ഒരുവൻ രക്ഷ പ്രാപിക്കുന്നതെന്ന്. അങ്ങനെ തിരുസഭ പഠിപ്പിക്കുന്നില്ല. തിരുസഭ എന്താ പഠിപ്പിക്കുന്നത്? ഒരു വ്യക്തി രക്ഷ പ്രാപിക്കുന്നത് വിശ്വാസം വഴിയാണ്. പക്ഷെ ആ വിശ്വാസത്തിനകത്ത് പ്രവൃത്തി ഉണ്ട്. ശരിക്കും മനസ്സിലാക്കണം. കത്തോലിക്ക തിരുസഭ ഒരിക്കലും പ്രവൃത്തികൾ വഴിയാണ് ഒരുവൻ രക്ഷ പ്രാപിക്കുന്നതെന്ന് ഇന്ന് വരെ പഠിപ്പിച്ചിട്ടില്ല. പിന്നെന്താണ് പഠിപ്പിച്ചത്? വിശ്വാസം വഴിയാണ് ഒരുവൻ രക്ഷ പ്രാപിക്കുന്നത്. പക്ഷെ ആ വിശ്വാസം പ്രവൃത്തിയില്ലാത്ത വിശ്വാസമല്ല. ആ വിശ്വാസത്തിനകത്ത് തന്നെ ഒബീഡിയൻസ് ഉണ്ട്, അനുസരണമുണ്ട്, പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം രക്ഷാകരമല്ല. വ്യക്തമായോ? വളരെ ക്ലിയർ അല്ലേ? വളരെ വ്യക്തമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രവർത്തിക്കുന്നു. ഇപ്പൊ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്ന്, നിങ്ങൾ കൊണ്ടുപോയി മാമോദീസ കൊടുക്കുന്നു, നിങ്ങൾ പള്ളിയിൽ പോയി കുർബാന അർപ്പിക്കുന്നു, അല്ലെ രോഗീലേപനം കൊടുക്കുന്നു, ചടങ്ങുകൾ നടത്തുന്നു, ആചാരങ്ങൾ നടത്തുന്നു. ഈ പ്രവൃത്തികൾ വഴി നിങ്ങൾ രക്ഷപ്പെടില്ല എന്നാ പറയുന്നത്. പക്ഷേ ഈ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. ഈ പ്രവൃത്തികൾ മാത്രം പോരാ. നമ്മൾ ഇന്നലെ കണ്ടു, കഴിഞ്ഞ ദിവസം കണ്ടു, സ്നേഹം വേണം. സ്നേഹത്തിലൂടെ പ്രവർത്തന തരുന്നതായ. അപ്പോൾ തിരുസഭയിലെ പ്രവൃത്തികൾ രണ്ട് വിധത്തിലുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. തിരുസഭയിലെ വിശ്വാസികളുടെ പ്രവൃത്തികൾ രണ്ട് വിധത്തിലാണ്. അല്ലെ, വിശ്വാസത്തിൽ നിന്ന് പുറത്തു വരുന്ന പ്രവൃത്തികൾ രണ്ട് വിധത്തിലാണ്. ഒന്ന് കൂദാശപരമായ പ്രവൃത്തികൾ, രണ്ട് സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ. എന്തൊക്കെയാണ്? ഇപ്പം നീ ഒരു വിശ്വാസിയാണെങ്കിൽ നിന്നിൽ ഈ രണ്ട് പ്രവൃത്തി ഉണ്ടാവണം. ഈ രണ്ട് പ്രവൃത്തികൾ നടക്കണം. എന്തൊക്കെയാണ്? ഒന്ന് കൂദാശ എന്ന പ്രവൃത്തി, രണ്ട് സ്നേഹത്തിൻ്റെ പ്രവൃത്തി. അല്ലേ? കൂദാശ എന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മാമോദീസ സ്വീകരിക്കണം, പരിശുദ്ധ കുർബാന സ്വീകരിക്കണം, അല്ലേ? വിവാഹം എന്ന കൂദാശയായിട്ട് സ്വീകരിക്കണം. ഇതെല്ലാം പ്രവൃത്തികളാണ്. ഇതിനെല്ലാം കാറ്റഗിസം വിളിക്കുന്നത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെന്നാണ്. വിശ്വാസത്തിൻ്റെ ഇതെല്ലാം യേശുവിൻ്റെ പ്രവൃത്തികളാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്. യേശുവിൻ്റെ പ്രവൃത്തിയാണ്. മാമോദീസ നമ്മുടെ പ്രവൃത്തിയാണോ? അല്ല, അത് യേശുവിൻ്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധ കുർബാന നമ്മുടെ പ്രവൃത്തിയാണോ? അല്ല, യേശു കാൽവരി മലയിൽ അർപ്പിച്ച ബലിയാണത്. യേശുവിൻ്റെ പ്രവൃത്തിയാണത്. അപ്പോൾ ശ്രദ്ധിക്കുക, കൂദാശകൾ എന്ന പ്രവൃത്തികളും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളും, ഇത് രണ്ടുമാണ് നമ്മുടെ രക്ഷ പൂർത്തിയാക്കാൻ സഹായിക്കുന്നത്. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. രക്ഷ പൂർത്തിയാക്കാൻ സഹായിക്കുന്നത് കൂദാശാപരമായ പ്രവൃത്തികളും സ്നേഹത്തിൻ്റെ പ്രവൃത്തികളും. വ്യക്തമായോ? അപ്പോൾ ഇനി ഞാൻ അടുത്ത് ചിന്തിക്കാനായിട്ട് പോകുന്നത്, അങ്ങനെയാണെങ്കിൽ ഇത് പ്രവർത്തിക്കാൻ ആരാ പറഞ്ഞേ? വിശ്വാസികൾ ഇങ്ങനെ പ്രവർത്തിക്കണം, മാമോദീസ സ്വീകരിക്കണം. ആരാ പറഞ്ഞേ? നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. ആരാ പറഞ്ഞേ? ഈശോ ആണല്ലോ. അപ്പൊ ഈ പ്രവൃത്തി ചെയ്യണമെന്ന് മനുഷ്യരാരെങ്കിലും ആണോ പറഞ്ഞത്? അപ്പൊ യേശുവാണ് പറഞ്ഞത്. അപ്പോൾ ഇത് യേശു പറഞ്ഞ പ്രവൃത്തിയാണ്. ക്ലിയർ ആണല്ലോ? കുർബാന അർപ്പിക്കണമെന്ന് ആരാ പറഞ്ഞേ? നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ മടങ്ങി വരുവോളം ഇത് ചെയ്യണം. ആരാ പറഞ്ഞേ? യേശുവാണ് പറഞ്ഞത്. അപ്പോൾ യേശു ചെയ്യാൻ പറഞ്ഞ പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, സ്നേഹത്തിന്റെ പ്രവൃത്തി ചെയ്യണം. ഇതാരാ പറഞ്ഞേ? യേശുവാണ് പറഞ്ഞത്. അപ്പോൾ യേശു പറഞ്ഞ പ്രവൃത്തികളാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വിശ്വാസികൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ്, ഞാൻ മടങ്ങി വരുന്നത് വരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഈ ചെയ്യണം എന്ന് പറഞ്ഞ പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഇത് ആരുടെ? നമ്മുടെ പ്രവൃത്തിയല്ലത്, ഇത് യേശുവിൻ്റെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയിൽ നമ്മൾ പങ്കുചേരണം. യഥാർത്ഥത്തിൽ ആരാണ് ബലിയർപ്പിക്കുന്നത്? ബലിയർപ്പിക്കുന്നത് യേശുവാണ്. ബലിയർപ്പിക്കുന്ന യേശുവാണ്.
എന്നേക്കുമായി കാൽവരി മലയിൽ ഒരിക്കലായി അർപ്പിക്കപ്പെട്ട ആ ബലിയുടെ യോഗ്യതകൾ പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഈശോ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ റോമർ 8 വായിക്കുന്നുണ്ട്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിൽ ഉയർത്തെഴുന്നേറ്റവനും പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു. ഇപ്പോൾ യേശു എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നത്? തൻ്റെ ബലിയുടെ യോഗ്യതകൾ ലോകം മുഴുവൻ വ്യാപിക്കാൻ വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബലിയിലാണ് നമ്മൾ പങ്കുചേരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് കർത്താവ് ഈശോ മിശിഹായുടെ ഈ പുരോഹിത ശുശ്രൂഷയിൽ, എന്താണ് പുരോഹിത ശുശ്രൂഷ? ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളിലേക്കും തൻ്റെ ബലിയുടെ യോഗ്യത എത്തണം എന്ന് പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? യേശു. ഈ ബലിയിലാണ് നമ്മൾ പങ്കുചേരുന്നത്. ഈ സ്വർഗീയ ബലിയിലാണ് നമ്മൾ ഓരോ കുർബാനയിലും അതുകൊണ്ടാണ് 3 റീത്തിലെയും, ഇപ്പൊ കേരളത്തിലെ 3 റീത്തിലെയും പരിശുദ്ധ കുർബാനയിൽ ഈ ബലി നടക്കുന്നത് സ്വർഗത്തിലാണ് എന്ന സൂചനയുണ്ട്. ഈ ബലി നടക്കുന്ന സ്വർഗത്തിലാണ്. എങ്ങനെയാണ് പറയുന്നത്? ഉദാഹരണത്തിന് മലങ്കര കുർബാനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: നമ്മുടെ ഹൃദയങ്ങളും വിചാരങ്ങളും പിതാവിൻ്റെ വലതുഭാഗത്ത് മിശിഹാതം വരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. മനസ്സിലായോ? കുർബാനയുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥന തുടങ്ങാൻ പോവാണ്. അപ്പവും വീഞ്ഞും ആശീർവദിച്ച് യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി രൂപാന്തരപ്പെടുന്ന പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ് പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ്: നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവിൻ്റെ വലതുഭാഗത്ത് മിശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ജനം പറയുകയാണ്: ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നു. കണ്ടോ? സിറോ മലബാർ കുർബാനയിൽ പറയുകയാണ്: ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. മനസ്സിലായോ? നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. ലത്തീൻ കുർബാനയെ പറയുകയാണ്: ലിഫ്റ്റ് അപ്പ് യുവർ ഹാർട്ട്സ്, നിങ്ങളുടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഈ ബലി നടക്കുന്നത് എവിടാണ്? സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ പുത്രൻ പിതാവിൻ്റെ സന്നിധിയിൽ കാൽവരി മലയിൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ഏകബലിയുടെ അനന്തമായ യോഗ്യതകൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ നിത്യപുരോഹിതനായ യേശുവിൻ്റെ ആ മധ്യസ്ഥ ശുശ്രൂഷയിൽ, ആ പുരോഹിത ശുശ്രൂഷയിൽ, ആ ബലിയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇത് ആരാണ് പറഞ്ഞത് ഇത് ചെയ്യണമെന്ന്? യേശു. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയ്ക്ക് പോകേണ്ടത് യേശുവിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ടാണ് സിറോ മലബാർ കുർബാനയിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന. കർത്താവാണിത് പറഞ്ഞത്. മനസ്സിലായോ? മലങ്കര കുർബാന ഇങ്ങനെ പ്രാർത്ഥിക്കും: കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ, അല്ല, കർത്താവ് പറയുകയാണ്, ഈ രഹസ്യങ്ങൾ ഞാൻ മടങ്ങി വരുന്നത് വരെ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം. കർത്താവിൻ്റെ കൽപ്പനയാണ്, അല്ലേ? കർത്താവേ, അങ്ങയുടെ കൽപ്പന അനുസരിച്ച് ദുഃഖിതരും ആകുലരുമായി ഞങ്ങൾ ഇതാ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, നന്ദി പ്രകാശിപ്പിക്കുവാൻ. മനസ്സിലായി? അങ്ങയുടെ കൽപ്പന. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മളൊരു ബലിയർപ്പണത്തിന് പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആരെയാണ് നമ്മൾ അനുസരിക്കുന്നത്? യേശുവിനെ. നിങ്ങളുടെ ഹൃദയത്തിൽ ഉറക്കട്ടെ. കൊറോണ വന്നുകൊണ്ട് പള്ളിയിൽ പോകാത്തവരല്ല, ഉറക്കട്ടെ, ഹൃദയത്തിൽ ഉറക്കട്ടെ. നിങ്ങൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാതിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഈ കൽപ്പന ലംഘിക്കുകയാണ്. കുർബാനയ്ക്ക് പോണം. ഇപ്പം നിങ്ങൾ പറയും കൊറോണ. ഞാൻ പറയട്ടെ, ഈ തിരുവനന്തപുരത്ത് പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന ഈ സ്ഥലത്ത് കേരളത്തിലുള്ള എല്ലാ ആളുകളും, ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും, ലോകത്തുള്ള എല്ലാ ആളുകളും അറിഞ്ഞോ, ഈ കേരളത്തിൽ പാവപ്പെട്ട കൂലിപ്പണിക്കാർ, കർഷകർ, പാവപ്പെട്ട മനുഷ്യർ, റോഡ് പണിക്കാർ, കൂലിപ്പണിക്കാർ, അവരുടെ സ്ഥലങ്ങളിൽ ഈ ലോക്ക്ഡൗൺ തുടങ്ങി ഇന്ന് വരെ കുർബാന മുടങ്ങാത്ത 100 കണക്കിന് പള്ളികളുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഇപ്പോഴും പള്ളികൾ അടച്ചിട്ടിരിക്കുന്നവർ അറിഞ്ഞുകൊള്ളുക. തിരുവനന്തപുരത്ത് ലത്തീൻ രൂപതയിൽ എൻ്റെ സുഹൃത്തായ രാജശേഖരൻ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു,
1500 പേരാണ് ഓരോ ദിവസവും കുർബാനയ്ക്ക് വരുന്നത്. 1500 പേര്. ആരാണെന്നറിയോ നിങ്ങൾക്ക്? തീരപ്രദേശത്തെ പാവപ്പെട്ട മനുഷ്യര്, മത്സ്യബന്ധന തൊഴിലാളികൾ. 1500 പേർ ഒരു ദിവസം. നവംബർ 20-ാം തീയതി അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നവംബർ 20-ന് ഇന്ന് രാവിലെയും വന്നു 1500 പേർ. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ കേട്ടോ, അങ്ങനെ അച്ഛൻ്റെ പള്ളി വന്ന ഒറ്റയാൾക്ക് പോലും കൊറോണ പിടിച്ചതായി ഒരു ചരിത്രം ഉണ്ടായില്ല. 1500 പേരെ വന്നേ. എല്ലാ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് പ്രഖ്യാപിച്ച സമയത്തും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന കോവിഡ് എന്ന് പറഞ്ഞ് ഇനി മുടക്കരുത്. എൻ്റെ അറിവിലില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് പറഞ്ഞു തന്നാൽ മതി. പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാനയ്ക്ക് പോയി കൊറോണ ബാധിച്ച ഒരാളെ കുറിച്ച് പോലും കഴിഞ്ഞ 8 മാസത്തിനിടയിൽ ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടേ ഒന്ന് പറയണം. പള്ളിയിൽ പോയി കൊറോണ പിടിച്ചു, കുർബാനയ്ക്ക് പോയി കൊറോണ പിടിച്ചു, കുർബാന നാവിൽ സ്വീകരിച്ച് കൊറോണ പിടിച്ചു എന്ന് പറയുന്ന ഒരാളെ കേട്ടിട്ടില്ല, നമ്മുടെ അറിവിലില്ല. ഉണ്ടെങ്കിൽ പറയണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി പരിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് നിങ്ങൾക്ക് കൊറോണ പിടിച്ചാൽ, അല്ലെ കുർബാന അർപ്പിച്ചിട്ട് എനിക്ക് കൊറോണ പിടിച്ചാൽ, ഞാൻ സന്തോഷത്തോടെ ആ കൊറോണ സഹിക്കണം. നമുക്ക് എന്താണ് വലുത് എന്നൊരു ചോദ്യം ഈ നാളുകളിൽ ദൈവം ചോദിച്ചു. നിങ്ങൾക്ക് എന്താണ് വലുത്? നിങ്ങളുടെ ജീവനാണോ വലുത്? നിങ്ങളുടെ സേഫ്റ്റിയാണോ വലുത്? അതോ നിങ്ങൾക്ക് എൻ്റെ ശരീരവും രക്തമാണോ വലുത്? ഈ ചോദ്യമാണ് ദൈവം ചോദിച്ചത്. എന്താണ് വലുത്? എന്താ വലുത്? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനാണോ വലുത്? എൻ്റെ ജീവനാണോ വലുത്? ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കട്ടപ്പനയിലുള്ള എൻ്റെ 2-3 സുഹൃത്തുക്കൾ, 4 പേരാണ് അവർ പങ്കുവെച്ച ഒരു ഹൃദയം തകർന്നു പോകുന്ന ഒരനുഭവം. ലോക്ക്ഡൗൺ ആരംഭിച്ചു, പള്ളികളെല്ലാം അടച്ചു, പരിശുദ്ധ കുർബാന വേണം, പരിശുദ്ധ കുർബാന വേണമെന്നുള്ള ആഗ്രഹം വന്നപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ? തൊട്ടടുത്ത് ഒരു ബോയ്സ് ഹോമുണ്ട്. ആ ബോയ്സ് ഹോമിൽ അച്ഛനോട് പറഞ്ഞ, അച്ഛൻ ഞങ്ങൾക്ക് പരിശുദ്ധ കുർബാന തരാമോ? അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നാൽ ഞാൻ ചൊല്ലിത്തരാം. അവർ രാത്രി 10 മണിക്ക് കാറുമായിട്ട് പോവും. പോലീസ് ചെക്കിംഗ് ഉള്ള സ്ഥലങ്ങളാണ്, പോലീസ് ആരും പുറത്തിറങ്ങരുത് എന്ന് പറയുന്ന സമയമാണ്. അപ്പോൾ അവർ പോകുമ്പോൾ 2 തവണ ചെക്കിംഗ് ഉണ്ടായി, 2 തവണ അവരെ വിട്ടു. ആകെ ഈ 8 മാസത്തിനിടയിൽ 2 തവണ ചെക്കിംഗ് ഉണ്ടായി, 2 തവണയും വിട്ടു. അവിടെ ചെന്നിട്ട് തിങ്കളാഴ്ച ഞാൻ പോകുന്നതെന്ന് വെച്ചോ, തിങ്കളാഴ്ച വൈകിട്ട് 10 മണിക്ക് പോകുന്നു, 10:30 അവിടെ ചെല്ലുന്നു. 11 മണിയാകുമ്പോൾ അച്ഛൻ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. അപ്പോൾ തിങ്കളാഴ്ചത്തെ കുർബാന കണ്ടു. എന്നിട്ട് പരിശുദ്ധ കുർബാന കഴിഞ്ഞ് ഒരു 12:15 വരെ വീണ്ടും അവിടെ തന്നെ ഇരിക്കുന്നു. 12:15 അച്ഛൻ അടുത്ത കുർബാന അർപ്പിക്കുന്നു. അപ്പോൾ ചൊവ്വാഴ്ചത്തെ കുർബാനയും കണ്ടു രാത്രി. എന്നിട്ട് വെളുപ്പിനെ അവർ തിരിച്ചു പോരുന്നു. എന്നിട്ട് വീണ്ടും അവർ ബുധനാഴ്ച വൈകിട്ട് 10 മണിക്ക് പോകുന്നു. ബുധനാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും കുർബാനയെ സംബന്ധിക്കുന്നു, തിരിച്ചു വരുന്നു. എന്നിട്ട് വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് പോകുന്നു. വെള്ളിയാഴ്ചത്തെയും ശനിയാഴ്ചത്തെ കുർബാനയെ സംബന്ധിക്കുന്നു, തിരിച്ചു വരുന്നു. എന്നുവെച്ചത് പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതായത് പറയുകയാണ്, സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഇതാണ്, ഇന്ന് വരെ ഒരൊറ്റ വിശുദ്ധ കുർബാന കോവിഡ് വന്നത് കൊണ്ട് ഞങ്ങൾക്ക് മടങ്ങിയിട്ടില്ല. ഇത് എനിക്കറിയാവുന്ന ഉദാഹരണങ്ങളെ മാത്രം ഞാൻ പറയുകയാണ്. കേരളത്തിലെ ആയിരക്കണക്കിന് പാവപ്പെട്ട ആത്മായ വിശ്വാസികൾ, നമ്മൾ പള്ളികൾ അടച്ചിട്ടും കുർബാന ഒരൊറ്റ ദിവസം പോലും മുടക്കാത്ത ആയിരക്കണക്കിന് 10,000-കണക്കിന് വിശ്വാസികൾ കേരള സഭയിൽ ഉണ്ട് എന്നോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കോവിഡ് ആയതുകൊണ്ട് ഒരു പള്ളി പോയിരുന്നില്ല. എൻ്റെ സുഹൃത്ത് ഡോക്ടർ സുജിത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടറാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഡ്യൂട്ടിക്കിടയിലും എവിടെങ്കിലും പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ട്. 5 പേർക്ക് മാത്രം കുർബാനയെ സംബന്ധിക്കാൻ അനുവാദം ഉണ്ടായിരുന്ന സമയത്ത് പോയി പള്ളിയുടെ മുറ്റത്ത് പോയി നിൽക്കും. പക്ഷെ ഒരൊറ്റ ദിവസം പോലും പരിശുദ്ധ കുർബാന കൊടുക്കാതെ കർത്താവ് വിട്ടിട്ടില്ല. മുറ്റത്ത് പോയി നിന്ന് കുർബാന കണ്ടിട്ട് പോരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കർത്താവരുളിയ കൽപ്പനയാണ്. കർത്താവരുളിയ കൽപ്പന. പള്ളികൾ അടച്ചത് കൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റാത്ത ആളുകളുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നല്ല ഇത്. ഇതിനകത്ത് ഞങ്ങളും നിങ്ങളും ഒരുപോലെ കുറ്റക്കാരാണ്.
ആരെയും മാറ്റി നിർത്തിക്കൊണ്ടല്ല ഇത് പറയുന്നത്. പക്ഷെ കർത്താവ് ഈ നാളുകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതാ പള്ളികൾ തുറന്നു, ഇതാ ദേവാലയങ്ങളിൽ പരിശുദ്ധ കുർബാനകൾ ആരംഭിച്ചു. ഇനിയും പള്ളിയിൽ പോകാത്ത സഹോദരങ്ങളെ, ഇനിയും പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ഭയപ്പെട്ടകത്തിരിക്കുന്ന മക്കളെ, ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക. കടുത്ത കോവിഡ് പ്രതിസന്ധിക്കിടയിലും ഒരൊറ്റ ദിവസം പോലും ബലി മുടക്കാത്ത 10,000 വിശ്വാസികൾ ഈ കേരളത്തിലുണ്ട്. ഈ തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിലുണ്ട്, പാവപ്പെട്ട ഞങ്ങളുടെ മിഷനുകളിലുണ്ട്. ഒറ്റ ആഴ്ച കുർബാന മുടങ്ങാത്ത പള്ളികളുണ്ട് ഇവിടെ. ഒന്ന് ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, അതിരം തുറന്ന് ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് അരുളിയ കൽപ്പനയാണ്. അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഇനി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനം നമ്മൾ കാണുകയാണ്. ഇവിടെ നമുക്ക് വിശദമായിട്ട് ഇത് പരിശോധിച്ച് പോവാം. ഇതിൻ്റെ 1-ാമത്തെ ഭാഗം ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ഭാഗം ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കുക. യോഹന്നാൻ 6-ാം അധ്യായം 1 മുതൽ 15 വരെ പ്രതിപാദിക്കുന്നത് യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ്. യോഹന്നാൻ 6-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ യേശു വെള്ളത്തിന് മീതെ നടക്കുന്ന ഭാഗമാണ്. ഇനി യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 59 വരെ യേശു പറയുകയാണ്, ഞാനാണ് ജീവൻ്റെ അപ്പം. നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ. കഥ പറയുകയാണ്. ഇനി 60 മുതൽ താഴോട്ടുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ 60 മുതൽ 65 വരെ നമ്മൾ വായിക്കുന്നത് 66 വരെ 60 മുതൽ 66 വരെ അനേകം ശിഷ്യന്മാർ ഇത് കേട്ടിട്ട് യേശുവിനെ വിട്ടുപോയി. 60 മുതൽ 66 വരെ. 67 മുതൽ കർത്താവ് തൻ്റെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. ഈ ശിഷ്യന്മാർ വിട്ടുപോയിട്ടും കർത്താവ് തൻ്റെ നിലപാടിൽ മാറ്റം വരുത്തുന്നില്ല. ഇങ്ങനെ 5 ഭാഗമായിട്ട് ഈ 6-ാം അധ്യായത്തെ ഡിവൈഡ് ചെയ്താൽ വേഗം ഞാൻ പറഞ്ഞു പോവാം. 1-ാമത്തെ ഭാഗം യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗമാണ്. ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗത്ത് ഈശോ മിശിഹ പഠിപ്പിക്കുകയാണ്. എന്താണ് പഠിപ്പിക്കുന്നത്? നിങ്ങൾ എൻ്റെ കയ്യിൽ അപ്പം വെച്ച് തന്നാൽ, ഇപ്പം ഇതൊരു ബലിപീഠമാണെങ്കിൽ ഈ ബലിപീഠത്തിൽ അപ്പം എടുത്തു വച്ചാൽ, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ കുർബാനയിൽ ഈ ബലിപീഠത്തിൽ അപ്പം എടുത്തു വച്ചാൽ കർത്താവ് പറയുകയാണ്, ആ അപ്പം ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള ദൈവമാണ്. ഇതാണ് അപ്പം വർദ്ധിപ്പിച്ചതിൻ്റെ അർത്ഥം. അപ്പത്തിൽ എനിക്ക് മാറ്റം വരുത്താൻ പറ്റും. അപ്പത്തിൽ എനിക്ക് മാറ്റം വരുത്താൻ പറ്റും. യേശു പറയുകയാണ്, അപ്പത്തിൽ എനിക്ക് മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ പരിശുദ്ധ കുർബാന അപ്പത്തിൽ യേശുവിന് മാറ്റം വരുത്താൻ പറ്റും എന്ന് യേശു വെറുതെ പറയുകയല്ല, യേശു അത് പ്രൂവ് ചെയ്തു. എങ്ങനെ? 5 അപ്പം 5000 വർദ്ധിപ്പിച്ചു കൊടുത്തിട്ട് കർത്താവ് പ്രൂവ് ചെയ്തു, ഞാൻ ദൈവമാണ്, എനിക്ക് അപ്പം മാറ്റം വരുത്താൻ കഴിവ് ഉണ്ട്. അങ്ങനത്തെ ദൈവമാണ് ഞാൻ. ഓക്കെ, ഉണ്ട്, അങ്ങനത്തെ ദൈവമാണ് ഞാൻ. ഓക്കെ, അപ്പത്തെ മാറ്റാൻ പറ്റും. അപ്പത്തെ എന്താക്കി മാറ്റാൻ പറ്റും? എൻ്റെ ശരീരമാക്കി മാറ്റാൻ പറ്റും. അപ്പത്തെ മാറ്റാൻ പറ്റും. എന്താക്കി? എൻ്റെ ശരീരമാക്കി മാറ്റാൻ പറ്റും. ഇതാണ് ആദ്യ ഭാഗം. ക്ലിയർ ആണല്ലോ. 2-ാം ഭാഗം യേശു വെള്ളത്തിൻ്റെ മീതെ നടക്കുകയാണ്. വെള്ളത്തിന് മീതെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു വസ്തു, ഇപ്പം ഞാൻ ഇതെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാൽ ഇത് താണു പോവും. ഇപ്പം ഇത് ഇപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമാണ്. ഇത് ഇട്ടാൽ താണു പോവും. ഇത് ഇരുമ്പ് കൊണ്ടുള്ളൊരു സാധനമാണല്ലോ. ഇതിനെ ഈ പ്ലാസ്റ്റിക് താണു പോകുന്നതിനേക്കാൾ വേഗത്തിൽ ഇത് താണു പോകും. ഇപ്പം ഈ മൈക്ക് എടുത്ത് ഞാൻ വെള്ളത്തിലോട്ട് ഇട്ടാൽ അത് പെട്ടെന്ന് താണു പോകും. ഇരുമ്പ് താണു പോകും. പക്ഷെ ഇരുമ്പ് കപ്പൽ താഴുന്നില്ല. എന്തുകൊണ്ട്? ഇരുമ്പ് ഇട്ടാൽ താണു പോകും, ഇരുമ്പ് കപ്പൽ താഴില്ല. കാരണം താണുപോകാത്ത വിധത്തിൽ അതിൻ്റെ ശരീരത്തിൽ ഒരു മാറ്റം വരുത്തി. ഏത്? ഈ ഇരുമ്പിൻ്റെ ശരീരത്തിൽ ഒരു മാറ്റം വരുത്തി. ആ മെറ്റീരിയലിനെ താഴാത്ത ഒരു സ്ട്രക്ചറിലാക്കി, ഒരു ഫോമിലാക്കി. യേശു വെള്ളത്തിന് മീതെ നടന്നു. യേശു വെള്ളത്തിൽ താണുപോയോ? ഇല്ല.
യേശു താണില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇരുമ്പ് കപ്പൽ താഴാത്തതുപോലെ യേശു വെള്ളത്തിൽ താണില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്? വെള്ളത്തിനല്ല മാറ്റം വന്നത്, യേശുവിനാണ് മാറ്റം വന്നത്. യേശു എന്ത് ചെയ്തു? യേശു എന്താ ഇവിടെ ചെയ്തത് വെള്ളത്തിൽ താഴാതിരിക്കാൻ? യേശു നമുക്കറിയാത്ത ഏതോ ഒരു വിധത്തിൽ തൻ്റെ ശരീരത്തിൽ എന്തോ ഒരു മാറ്റം വരുത്തി. തൻ്റെ ശരീരത്തിൽ മാറ്റം വരുത്തി, ശരീരത്തെ ഭാരമില്ലാത്തൊരു ശരീരമാക്കി മാറ്റി, ശരീരത്തെ രൂപാന്തരപ്പെടുത്തി. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ശരീരത്തെ രൂപാന്തരപ്പെടുത്തിയപ്പോൾ ആ ശരീരം വെള്ളത്തിൽ താണില്ല. എന്നാൽ അതേ വെള്ളത്തിൽ പത്രോസ്ലീഹ താണു. അപ്പൊ ഈശോ ഈ രണ്ടാമത്തെ അത്ഭുതത്തിലൂടെ പറയുകയാണ്, എനിക്കെൻ്റെ ശരീരത്തിലും മാറ്റം വരുത്താൻ പറ്റുന്ന ദൈവമാണ് ഞാൻ. ആദ്യത്തെ സംഭവത്തെ എന്താ പറഞ്ഞേ? എനിക്ക് എന്തിൽ മാറ്റം വരുത്താൻ പറ്റും? അപ്പത്തിൽ മാറ്റം വരുത്താൻ പറ്റും. എനിക്ക് അപ്പത്തെ ശരീരമാക്കി മാറ്റാം. രണ്ടാമത്തെ അത്ഭുതത്തിലൂടെ ഈശോ എന്താ പറയാൻ ശ്രമിച്ചത്? എനിക്ക് എൻ്റെ ശരീരത്തിൽ മാറ്റം വരുത്താം, എനിക്ക് ശരീരത്തെ അപ്പമാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ അപ്പത്തിലും ശരീരത്തിലും മാറ്റം വരുത്താൻ പറ്റുമെന്ന് ശിഷ്യന്മാരുടെ കൺമുമ്പിൽ വെച്ച് തെളിയിച്ചിട്ടാണ് കർത്താവ് ഈശോ മിശിഹ സെഹിയോൻ മാളികയിൽ വെച്ച് അപ്പം എടുത്തിട്ട് പറഞ്ഞത്, ഇത് എൻ്റെ ശരീരം. ചോദ്യം, മാറുമോ? മാറും. എന്തുകൊണ്ട് മാറും? മാറുമെന്ന് തെളിയിച്ചല്ലേ, മാറുമെന്ന് തെളിയിച്ചതല്ലേ, വെറുതെ പറഞ്ഞല്ല. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കപ്പലിൽ നിന്നുകൊണ്ട് പറഞ്ഞല്ല, മറിച്ച് പറയുകയാണ്, എനിക്കിത് മാറ്റം വരുത്താൻ പറ്റും. വെറുതെ പറയല്ല, പ്രൂവ് ചെയ്തു. 5 അപ്പം 5000 ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് പറഞ്ഞു, അപ്പത്തിൽ മാറ്റം വരുത്തുന്ന ദൈവമാണ് ഞാൻ. വെള്ളത്തിൽ താഴാത്ത തൻ്റെ ശരീരത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് പറഞ്ഞു, ശരീരത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന ദൈവമാണ് ഞാൻ. അങ്ങനെ അപ്പത്തിലും ശരീരത്തിലും മാറ്റം വരുത്താൻ പറ്റുമെന്ന് തൻ്റെ കാണികളുടെ മുമ്പിൽ, തൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ തെളിയിച്ചു കൊടുത്തിട്ട് സെഹിയോൻ മാളികയിൽ വെച്ച് 12 അപ്പസ്തോലന്മാരുടെ കൺമുമ്പിൽ വെച്ച് അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരം, ദിസ് ഈസ് മൈ ബോഡി. അപ്പൊ അതുകൊണ്ട് കാണുന്നത് അപ്പം, പക്ഷേ സ്വീകരിക്കുന്നത് യേശുവിൻ്റെ ശരീരം. നിങ്ങൾ ഇന്ന് രാവിലെ പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചപ്പോൾ നിങ്ങളുടെ നാവിൻ തുമ്പിലേക്ക് വെക്കാൻ പുരോഹിതൻ തിരുവോസ്തി എടുത്തപ്പോൾ നിങ്ങൾ കണ്ടതൊരപ്പം, പക്ഷെ നിങ്ങളുടെ അകത്ത് വന്നത് യേശു. അപ്പൊ ഇത് തെളിയിച്ചിട്ട് മൂന്നാമതായിട്ട് കർത്താവ് പറയുകയാണ്, ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ നശ്വരമായ അപ്പത്തിന് വേണ്ടിയാണ് എൻ്റെ പുറകെ വന്നത്. നമുക്ക് വായിച്ചു പോവാം. 6:25 മുതൽ വായിക്കാം. യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാൻ മതി. അപ്പൊ ഈശോ പറയാണ്, നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഈ അപ്പത്തെക്കുറിച്ച് എന്തെങ്കിലും രഹസ്യം മനസ്സിലാക്കിയിട്ടല്ല. നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഞാൻ മരുഭൂമിയിൽ വെച്ച് അപ്പം തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, എൻ്റെ അടുത്ത് വന്നാൽ അത്ഭുതങ്ങൾ നടക്കും. ആ അത്ഭുതങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഈ അത്ഭുതങ്ങൾക്ക് വേണ്ടി എൻ്റെ അടുത്ത് വരാതെ ഞാൻ തരുന്ന നിത്യജീവന് വേണ്ടി വാ. മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ആത്മാവ് നശിക്കാതെ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ തരുന്ന അനുഗ്രഹത്തിന് വേണ്ടി എൻ്റെ അടുത്ത് വാ. ഈ നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടി, ഈ ജോലിക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഈ കടബാധ്യത മാറാൻ വേണ്ടിയും അല്ലെങ്കിൽ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയും മാത്രം വരാതെ നിങ്ങൾ നിത്യജീവന് വേണ്ടി എൻ്റെ അടുത്ത് വാ.